ലോ അക്കാദമിയെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കാൻ ശനിയാഴ്ച ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിനാണ് ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 3 ദിവസമായി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ് എന്നിവരുടെ ഭാഗം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയവ ഉപസമിതി യോഗം വിശദമായി പരിശോധിക്കുകയാണ്. 9 അംഗ ഉപസമിതിയിൽ 6 പേർ ഭരണപക്ഷത്തെ പ്രതിനിധികളും 3 പേർ പ്രതിപക്ഷത്തു നിന്നുള്ളവരുമാണ്. ലോ അക്കാദമിക്കെതിരായ പരാതികൾ ഗൗരവതരമാണെന്നും സർവകലാശാല UGC ചട്ടങ്ങൾ കോളേജ് ലംഘിക്കുന്നതായും ഉപസമിതി പ്രാഥമികമായി വിലയിരുത്തുന്നു. അതിനാൽ ലോ അക്കാദമി മാനേജ്മെന്റിന് ഭരണപക്ഷത്ത് സ്വാധീനമുണ്ടെന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ സബ് കമ്മിറ്റിയിൽ നിന്ന് ഏകപക്ഷീയമായ നിലപാടുണ്ടായാൽ ഉപസമിതിയിലെ ഭിന്നത പുറത്തുവരും. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾ തങ്ങളുടെ കണ്ടെത്തലുകൾ പ്രത്യേക റിപ്പോർട്ടായി സമർപ്പിക്കുവാനും സാഹചര്യമുണ്ട്. കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കൽ, പ്രിൻസിപ്പലിനെ നീക്കൽ അടക്കമുള്ള നടപടികൾ ഉപസമിതിക്ക് നിർദ്ദേശിക്കാനാകും. എന്തായാലും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും ശുഭപ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷ തന്നെയാണ്. അനുകൂല റിപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതേസമയം വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 48 മണിക്കൂർ ഉപവാസം നടത്തിവന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ അനിശ്ചിതകാലത്തേക്ക് ഉപവാസം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥി സമരം തീരുന്നതുവരെ സമരം തുടരുമെന്നും BJP വ്യക്തമാക്കി. ഈ മാനേജ്മെന്റ് അനുസരിച്ച് വരുന്ന എന്തെങ്കിലും ഒരു നിയമമുണ്ടോ? ലംഘിച്ച നിയമത്തിന്റെ പട്ടിക പറയുന്നതിനേക്കാൾ വളരെ എളുപ്പം ഏത് നിയമം അനുസരിച്ചാണ് ഇപ്പോൾ അവർ തുടരുന്നതെന്നാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.